ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് പൈനാപ്പിൾ കൊണ്ടൊരു മോരുകറി. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. അപ്പോൾ പൈനാപ്പിൾ മോരുകറിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് കത്തിക്കുന്നുണ്ട്. ഈ പാൻ എന്ന് പറയുമ്പം എല്ലാ വീഡിയോയിലും ഞാൻ ഈ പാൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഇതിനൊരു സീക്രട്ട് ഉണ്ട് ഈ പാൻ ഉപയോഗിക്കുന്നതിൽ. ഇതിൽ നമ്മൾ എന്ത് കറികൾ ഉണ്ടാക്കിക്കഴിഞ്ഞാലും ഭയങ്കര ടേസ്റ്റിയാണ്. ഇത് പഴയ ഒരു പാൻ ആയതുകൊണ്ട് തന്നെ ഓൾഡ് ഈസ് ഗോൾഡ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു എന്ത് കറികൾ ഉണ്ടാക്കുന്നതിന് ഈ ഒരു പാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വേറെ പാൻ ഇല്ലാഞ്ഞിട്ടല്ല, എനിക്കിതിലുണ്ടാക്കുന്നതാണ് ഇഷ്ടം. ഇതിലുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് മേക്കറൊന്നും ചേർക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിത് ഒരുപാട് ഉപയോഗിച്ച് പഴകിയ ഒരു പാൻ ആയതുകൊണ്ട് ഇത് വളരെ ടേസ്റ്റിയാണ് ഇതിനകത്ത് എന്തുണ്ടാക്കിയാലും. അപ്പം അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും ഈ പാൻ തന്നെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ കാണുന്നവർ വിചാരിക്കും ഈ ഒരു പാൻ മാത്രം എന്താ ഇങ്ങനെ എപ്പോഴും ഉപയോഗിക്കുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് പൈനാപ്പിൾ മോരുകറി എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതിലേക്ക് കിടക്കാം. അപ്പം ഞാനൊരു പൈനാപ്പിൾ നമ്മുടെ ആവശ്യത്തിന്, ഞാൻ ഒരെണ്ണത്തിൻ്റെ ഒരു പകുതിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം മോരുകറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അതനുസരിച്ച് എടുക്കാം. ഞാനിപ്പം കുറച്ചാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഈ പൈനാപ്പിൾ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. ടെറസിൻ്റെ മുകളിൽ ഒരു ബക്കറ്റിൽ നട്ട് ഒരു കൊല്ലമൊക്കെ പിടിച്ചു. എന്തായാലും നല്ല വലിയൊരു പൈനാപ്പിൾ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരു മോരുകറി ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ പൈനാപ്പിൾ ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് 2 ഇടിമുളക് വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി, സാധാരണ മോരുകറി ഉണ്ടാക്കാൻ ഉള്ളി ആരും അധികം ഉപയോഗിക്കാറില്ല. എന്നാൽ ഞാനൊന്ന് കടുക് പൊട്ടിക്കാൻ വേണ്ടി ഇവിടെ 2 ഉള്ളി, ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, പച്ചമുളക്, അല്പം മുളക് പൊടി, വേപ്പില, പിന്നെ ഉലുവ, കടുക്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയുമാണ് ഇതിന് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ പിന്നെ അതിന് വേണ്ട അരയ്ക്കാൻ വേണ്ട തേങ്ങയിൽ നമ്മൾ അരയ്ക്കാൻ വേണ്ട സാധനങ്ങൾ: തേങ്ങ, ഒരല്പം ജീരകം, ഒരു ചെറിയ പീസ് വെളുത്തുള്ളി, അതുപോലെ തന്നെ വേപ്പില, പച്ചമുളക്. ഇത്രയും സാധനം മതി. അതിനകത്തേക്ക് വേണമെങ്കിൽ ഒരു കളർ കിട്ടാൻ ഒരു പൊടി മുളക് പൊടിയും കൂടെ അതിനകത്തേക്ക് ചേർക്കാം. ഇവിടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിക്കുന്നത് അതിനകത്തേക്ക്. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ട അരപ്പ് ഞാൻ നന്നായിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി. എന്തൊക്കെയാണ്: തേങ്ങ, മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ നുള്ള് ജീരകം, അതുപോലെ തന്നെ വേപ്പില, അല്പം മുളക് പൊടി. ഇത്രയുമാണ് ഞാൻ ഇതിനകത്ത് ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ വേഗം എണ്ണ ചൂടായി കടുക് പൊട്ടുന്നുണ്ട്. പിന്നെ ഇതിനോടൊപ്പം തന്നെ ഞാൻ മോരിവിടെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ആദ്യം ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ കടുക് പൊട്ടി. ഇതിനകത്തേക്ക് ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് ഉള്ളി, അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയാണ്. ഉള്ളി ചിലർ ചേർക്കാറില്ല, ഞാനെന്തായാലും ഉള്ളി ചേർക്കുന്നുണ്ട്. ഉള്ളി ഒരുവിധം ഒരിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് വറ്റൽമുളകും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേപ്പിലയിൽ കുറച്ച് വേപ്പില ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഇതൊരുവിധം മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മളിതിൽ നിന്ന് കുറച്ച് നല്ല ഒരു നമ്മളൊരു കുറച്ച് കടുക് പൊട്ടിച്ച് ഇതിനകത്ത് മാറ്റി വെക്കുവാണ്. കാരണം നമ്മൾ മോരുകറി എല്ലാം എടുത്തതിന് ശേഷം അത്
വാങ്ങിക്കഴിഞ്ഞ് നമുക്കൊരിത്തിരി അതിൻ്റെ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിന് നല്ലൊരു ഭംഗി ഉണ്ടാകും, നല്ലൊരു കളറും ഒക്കെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇതിനകത്തേക്ക് മാറ്റി വെച്ചു. ഇപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ അതിനകത്തേക്ക് ആദ്യം ഉപയോഗിക്കണം, അധികം ഒഴിക്കുക എണ്ണ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ഇട്ട് കൊടുക്കുക. പൈനാപ്പിൾ എണ്ണയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതോടൊപ്പം തീ ഉപയോഗിക്കാം. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ അതിൽ ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കുന്നു, എടുത്ത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുന്നു. ഇനി നമ്മളൊരല്പം മുളക് പൊടി കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഞാനൊരു 2 പച്ചമുളക് കൂടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് വേപ്പിലയിൽ ചേർക്കുന്നു. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് ഒരു 5 മിനിറ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുക. എണ്ണയിൽ വഴണ്ട് വരുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ എണ്ണയിലൊന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വരുന്നു. ഇനി നമ്മളിത് എണ്ണയിലൊന്ന് ഒരു 5 മിനിറ്റ് നമ്മൾ വഴറ്റിയതിന് ശേഷം ഇത് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കണം ആദ്യം. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്നത് നന്നായിട്ട് പച്ചമുളകും വേപ്പിലയും ഒക്കെ കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഒരു 10 മിനിറ്റ് നമ്മളിത് നന്നായിട്ടൊന്ന് വെള്ളം വറ്റണമെങ്കിൽ ഒരു 5 മിനിറ്റ് വേണം. അപ്പോൾ നമ്മളിത് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പൈനാപ്പിൾ ഒരുവിധം നല്ല വെള്ളത്തിൽ കിടന്ന് വറ്റി നല്ലൊരു നല്ലൊരു അതിൻ്റെ ഗ്രേവിയൊക്കെ പുറത്തോട്ട് ഇറങ്ങി ആ ടേസ്റ്റ്, അതിൻ്റെ മധുരമൊക്കെ, പൈനാപ്പിളിൻ്റെ മധുരമൊക്കെ ആ വെള്ളത്തിലൂടെ പുറത്തേക്ക് വന്നു നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ഇതിന് വേണ്ട അരപ്പാണ്. അരപ്പിൻ്റെ കൂട്ട് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു. തേങ്ങ, വേപ്പില, ഒരു കഷ്ണം വെളുത്തുള്ളി, ഒരല്പം ജീരകം, ഒരു പൊടിക്കും മുളക് പൊടി, പച്ചമുളക്, ഇത്രയുമാണ് നമ്മൾ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ അതിവിടെ അരച്ച് മിക്സിയിൽ അരച്ചുകൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ടൊരു കുഴമ്പ് രൂപത്തിൽ നമ്മൾ പൈനാപ്പിൾ നല്ല കുഴമ്പ് രൂപത്തിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം അതാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ തൈരും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ തേങ്ങ അരച്ച് നമ്മൾ ഈ ഗ്രേവി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇത് തിളച്ച് പോകരുത്. തിളച്ച് പോയി കഴിഞ്ഞാൽ അത് പിരിഞ്ഞ് ഇതാകും. അതിനിടയിൽ നമ്മൾ ഇപ്പം ഇതിനകത്ത് ഉപ്പ് പോരാതെ ഉണ്ടാകും. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ഇനി നമ്മൾ തൈരും കൂടെ ഒഴിക്കുമ്പോൾ ഉപ്പ് പോരാതെ വരും. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നു. പിന്നെ ഇതിപ്പം ഒരുവിധം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ഈ തൈര് ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്നതാണ്, അത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ അധികം നേരിട്ട് തിളപ്പിക്കരുത്. ഇനി ആവശ്യമുള്ളവർക്ക് മധുരം വേണമെങ്കിൽ അല്പം ശർക്കരയോ പഞ്ചസാരയോ ഒക്കെ നമ്മൾ നോക്കിയിട്ട് നമുക്കതിനകത്തേക്ക് ആഡ് ചെയ്യാം. പൈനാപ്പിൾ നല്ല മധുരം ഉള്ളതാണെങ്കിൽ അടുത്ത ദിവസം ഇരിക്കുമ്പോൾ അതിന് ആ മധുരം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് വേണം. മധുരം കൂടുതൽ വേണ്ടവർക്ക് ശർക്കരയോ അങ്ങനെ പഞ്ചസാരയോ അല്പം ചേർത്ത് കൊടുക്കാൻ നല്ലതായിരിക്കും. നമുക്ക് വളരെ വേഗം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. വെള്ളം പോരെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇരിക്കുമ്പോൾ ഒന്നും കൂടെ അടക്കും. അപ്പോൾ നമ്മുടെ മോര് കറി ഇങ്ങനെ റെഡിയായിട്ടുണ്ട്. ഇനി
ഞാനിതിനകത്തേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒരല്പം ശർക്കര ചേർക്കുന്നുണ്ട്. ഒരു കഷ്ണം ശർക്കര ഞാൻ ചേർക്കുന്നുണ്ട് അതിനകത്തേക്ക്. അത് അതിനകത്ത് കിടന്ന് മിക്സ് ആയിക്കോളും. ഈ ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ഒരു സ്പൂണോളം ചേർക്കാം. നമ്മുടെ ഒരു നേരിയ മധുരം കൂടെ ഉണ്ടെങ്കിൽ ആ മോരുകറിക്കൊരു പൂർണ്ണമായ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന മോരുകറി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ തൈരും അരപ്പുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് തിളച്ച് പൊങ്ങരുത്. തിളച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് പോകും. അപ്പോൾ അതിനിങ്ങനെ ഒരു നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കുക, അതനുസരിച്ച് അത് ഓഫാക്കുക. അതാണ് ഈ കറിയുടെ ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇടക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഇളക്കൊന്ന് ശരിയായിക്കോളും. പിന്നെ ഞാൻ ഇത് പകർത്തി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടിയാണ് സ്ഥിരം ഞാൻ മോരുകറിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മൺചട്ടിയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കറി പകർത്തി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. നമ്മളെടുത്തതിന് ശേഷം എല്ലാ ദിവസവും അതൊന്ന് ഈ മൺചട്ടിയിൽ വെച്ച് തന്നെ ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ അതിരിക്കും തോറും നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതിനകത്ത് കാരണം നമ്മുടെ ഇതായിട്ടുണ്ട്, ഇനി തീ കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വളരെ വേഗത്തിൽ മോരുകറിയായി. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ ആദ്യം കുറച്ച് കടുക് പൊട്ടിച്ചത് നമ്മൾ എടുത്തു വെച്ചു. അത് ഇതിനകത്തേക്ക് പകർത്തിയതിന് ശേഷം നമ്മൾ അതിൻ്റെ മീതിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ പൈനാപ്പിൾ മോരുകറി എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ച എണ്ണയും മുളകും എല്ലാം കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യും. ഇതിങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക ഭംഗിയും അതുപോലെ തന്നെ നല്ല മണവും ഒക്കെ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. മുകളിലുള്ള ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതുപോലെ ഇടയ്ക്കിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്ത ചെറിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.